ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിലെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ നോട്ട്സും എല്ലാ മൊഡ്യൂൾസിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന സബ്ജക്റ്റിൽ ഒരുപാട് പുതിയ ടേംസ് നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലേ. ഒരുപാട് ടേംസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഡെഫിനിഷൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മിനിമം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ച് പോകണം എക്സാമിന്. ഓക്കെ, അപ്പോൾ നോക്കാം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടും മസ്റ്റായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യനാണ്. എന്താണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ അത് എഴുതാം. ദെൻ അപ്പോൾ നമ്മളിവിടെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നില്ല, ഓൺലി ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഓരോ മൊഡ്യൂൾ വൈസ് ഡിസ്കഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോകളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ മാത്രം ഫെമിലിയറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ഡിഫൈൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. സെക്കൻഡ് വൺ, ഡിഫൈൻ വാറൻറ്റ്. പിന്നെ ലീബ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കും. ഇവിടെ ഡിഫൈൻ ലീബ്സ്. വാട്ട് ആർ ദ OTC ഡെറിവേറ്റീവ്സ്? എന്തൊക്കെയാണ് OTC ഡെറിവേറ്റീവ്സ്? നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ പാർട്ടിസിപ്പൻസ് ഇൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ പെട്ടവരാണ് ഇത് ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്. അപ്പോൾ ആരാണ് ഹെഡ്ജേഴ്സ്, ആരാണ് സ്പെക്കുലേറ്റേഴ്സ്, ഹു ആർ ആർബിട്രേജേഴ്സ്? ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫീച്ചർ എന്താണ്, ഫോർവേഡ് എന്താണ്? അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് പഠിക്കണം? ഓപ്ഷനും സ്വാപ്പും പഠിക്കണം അല്ലേ. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആണിത്, ഈ ഫ്യൂച്ചർ, ഓപ്ഷന്, ഫോർവേഡ്, സ്വാപ്പൊക്കെ. അപ്പോൾ അത് 4ൻ്റെയും ഡെഫിനിഷനുകൾ പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. ദെൻ ഡിഫൈൻ ക്യാഷ് ക്യാരി ആർബിട്രേജ്. എന്താണ് ക്യാഷ് ക്യാരി ആർബിട്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ഡിഫൈൻ ഓപ്ഷൻ പറഞ്ഞു അല്ലേ. ഇപ്പം 4 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഏത്? ഈ ഓപ്ഷന്, ഫ്യൂച്ചർ, ഫോർവേഡ്, സ്വാപ്പ്. അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നുള്ളത്. അപ്പോൾ 5 എണ്ണം നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇനി ഓപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്താണ് വാട്ട് ഈസ് കോൾ ഓപ്ഷന്, പുട്ട് ഓപ്ഷന് അല്ലേ. 2 ടൈപ്പ് ഓപ്ഷൻ ഉണ്ട്, കോൾ ഓപ്ഷന്, പുട്ട് ഓപ്ഷന്. അത് നോക്കുക. ദെൻ വാട്ട് ഈസ് നേക്ക്ഡ് കോള്. ദെൻ വാട്ട് ഈസ് കവേർഡ് കോള്, കവേർഡ് കോള്, നേക്ക്ഡ് കോള്. ഡിഫൈൻ സ്വാപ്പ്, സ്വാപ്ഷൻ എന്താണ്, സ്വാപ്പും ഓപ്ഷനും കൂടിയിട്ടുള്ളതാണ് അല്ലേ. സ്ട്രാഡിൽ, എന്താണ് സ്ട്രാഡിൽ? ഓക്കെ, അപ്പോൾ ഈ 18 ക്വസ്റ്റ്യൻസ് ആണ് ഈ 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കി പോവാം. ദെൻ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് സ്വാപ്പ് അല്ലേ. അപ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, മെയിനായിട്ടും 4 ഇൻസ്ട്രുമെൻ്റ് ആണുള്ളത് അല്ലേ. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷന്, സ്വാപ്പ്. ഇത് 4ഉം എന്താണെന്നുള്ളതും അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് സ്വാപ്പ്. ദെൻ വാട്ട് ഈസ് കറൻസി സ്വാപ്പ്? എന്താണ് കറൻസി സ്വാപ്പ്? അതെങ്ങനെയാണ് ഇൻട്രസ്റ്റ് സ്വാപ്പിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ദെൻ എക്സ്പ്ലെയിൻ ദ ട്രേഡിംഗ് മെക്കാനിസം ഓഫ് സ്വാപ്പ് കോൺട്രാക്റ്റ്. സ്വാപ്പ് എങ്ങനെയാണ് സ്വാപ്പ് കോൺട്രാക്റ്റിൽ ട്രേഡിംഗ് നടത്തുന്നത്? ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്വാപ്പ്, സ്വാപ്പിൻ്റെ ഫീച്ചേഴ്സ്. അതേപോലെ ഓപ്ഷൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ 4ൻ്റെയും ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻ. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്ഷന്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്ഷൻ അല്ലേ. പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഡിസ്റ്റിങ്വിഷൻ ബിറ്റ്വീൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷന്. ഫ്യൂച്ചർ ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഫോർവേഡും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂച്ചർ, ഫ്യൂച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി വേരിയസ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് അതൊന്ന് ജസ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ്, ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ്. ഇനി സ്പെക്കുലേഷനും ആർബിട്രേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതേപോലെ ഹെഡ്ജിങ് സ്പെക്കുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. എന്താണ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൻ്റെ നീഡ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതേപോലെ എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഈ ഡെറിവേറ്റീവ്സിൻ്റെ ലിമിറ്റേഷൻസ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് എസ്സേയുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ട് മിനിമം ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഏത് ഓപ്ഷന് ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്പ്, ഈ 4ത്തിൻ്റെയും അഡ്വാൻറ്റേജും അതേപോലെ ഫീച്ചേഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി എസ്സേ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എസ്സേ ക്വസ്റ്റ്യനിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളൂ. ഫസ്റ്റ് വൺ, ഡിസ്കസ് ദ വേരിയസ് സ്ട്രാറ്റജീസ് ഹെഡ്ജിങ് വിത്ത് അണ്ടർ ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ഈ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ്, റിസ്ക് കുറക്കാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇൻവോൾവിങ് ഓപ്ഷനിലെ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, അത്യാവശ്യം കണ്ടൻറ്റിൽ എഴുതാവുന്ന ഒരു ടോപ്പിക്കാണ് സ്ട്രാറ്റജീസ് ഇൻവോൾവിങ് ഓപ്ഷന്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഇന്ത്യയിൽ എന്ത് ചെയ്യണം, ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം ഫാക്ടേഴ്സാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റോൾ ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ റോള്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് എസ്സേയിൽ മിനിമം ഫസ്റ്റ് 2 എസ്സേ ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും പഠിക്കുക. അത്യാവശ്യം കണ്ടൻറ്റ് ഉള്ളൊരു ടോപ്പിക്കാണ് ആ ഫസ്റ്റ് 2 ക്വസ്റ്റ്യന്. മിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി ഓരോ മൊഡ്യൂൾ വൈസും നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ജസ്റ്റ് ഒരു റിവിഷൻ ക്ലാസ് പോലെ ജസ്റ്റ് ടോപ്പിക് വൈസ് ആയിട്ട് ജസ്റ്റ് പോയിന്റ് മാത്രം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് വരും മണിക്കൂറുകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ്.